എന്തൊരു വെയില്, ചൂടാണെങ്കിൽ സഹിക്കാൻ. നന്ദിനി എന്തിനാ ഇത് വാങ്ങാൻ പറഞ്ഞ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നന്ദിനി മോളെ, നന്ദിനി മോളെ, ഓ നന്ദിനി മോളെ, നിക്കേ. എന്തൊക്കെയാ വാങ്ങിയ? അല്ല, അത് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മേഡം. ഇങ്ങോട്ട് കൊണ്ടുവാ. കൊണ്ടുവരാൻ പറഞ്ഞോ? ഓ, നിന്റെ മുഖത്ത് എന്താ ഒരു കള്ള ലക്ഷണം? അത് വെയിലിൽ നടന്നു വന്നതാ മേഡം. വെയില് നടന്ന കള്ളത്തരം വരുമോ? ഞാനൊന്ന് മുഖം കഴുകുമ്പോ ശരിയാകും. വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ. അല്ല, കാണിക്കേ. എന്താ ഇത്? ഇത് ചീഞ്ഞതാണെന്ന് കണ്ടില്ലായിരുന്നു. മേഡം, ഒരു സാധനം വാങ്ങാൻ പോയാ ആദ്യം അത് മര്യാദയ്ക്ക് വാങ്ങാൻ പഠിക്കും. എല്ലാം തിരഞ്ഞെടുത്തിട്ട് ആ ചീഞ്ഞതൊക്കെ എടുത്തങ്ങ് കളഞ്ഞേക്ക്. ശരി ശരി മേഡം. ചെല്ല്. നിക്ക്. അടുത്ത സഞ്ചിയിലും ഇതൊക്കെ തന്നെയാണോ? അല്ല മേഡം, നോക്കണോ? വേണ്ട, ചെല്ല്. രാജേട്ടാ, ഞാൻ പേടിച്ചുപോയി. ഞാൻ പിന്നെ നല്ല ധൈര്യത്തിലാണല്ലോ അവിടെ നിന്നിരുന്നത്. പെറ്റി കിടക്കുന്ന പുലിയുടെ അടുത്തേക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ ഈ നിങ്ങളുടെ മുമ്പിലൊക്കെ എങ്ങനെയാണ് പോയി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചില്ലായിരുന്നല്ലേ? നന്നായി. അല്ലെങ്കിൽ പിന്നെ പത്മവാടം പിടിച്ചേ. മോളൊരു കാര്യം പറഞ്ഞ രാജുവേട്ടൻ അത് വാങ്ങാതെ വരുമോ? അയ്യോ, വാങ്ങിച്ചായിരുന്നോ? അല്ല, പത്മമ്മയുടെ സഞ്ചി ചെക്ക് ചെയ്യുമെന്ന് രാജേട്ടന് തോന്നിയോ? എന്റെ പൊന്നു മോളെ, നമ്മൾ കിടക്കുന്ന ഒരു സിംഹക്കൂട്ടില. അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് രാജുവേട്ടൻ്റെ കൂടെ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതിവിടെ വച്ചതുകൊണ്ട് സേഫ് ആയിട്ട് മോളുടെ കയ്യിലെത്തി. ഇതാ ചോക്ക്. ഇനി പറ, ഇത് വച്ച് എന്താ ചെയ്യാൻ പോകുന്ന? പറ. കാര്യമുണ്ട് രാജേട്ടാ. ഓട്ടിയിട്ടാലും നമുക്കും ചിലത് ചെയ്യണ്ടേ? ചെയ്യണം. പക്ഷേ ഈ ചോക്കും സ്ലേറ്റും വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്?
അത് ഞാൻ പറഞ്ഞുതരാം. ഓ അല്ല മോൾ എവിടെ പോയോ എന്തോ. ഇവിടെ വന്ന് നിൽക്കുന്നേ എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒരു കാര്യമുണ്ട് രാജുവേട്ടാ. ഇത് എഴുതി പഠിക്കാണ്. സൂര്യ സാർ ഞാൻ ഇവിടെയുണ്ട്, സൂര്യ സാർ ഞാൻ ഇവിടെയുണ്ട്. ഇതെന്തിന്? ഓരോ തവണ ഉറക്കൊണരുമ്പോഴും സൂര്യ സാർ എന്റെ പേരാ വിളിക്കുന്നത്. ഞാൻ ഒരിടത്തും പോയില്ലെന്ന് സാറിന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അങ്ങനെ വിളിക്കുന്നേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് സാറിനെ ബോധ്യപ്പെടുത്തണം. സാർ കാണണം രാജുവേട്ടാ. ഇതിപ്പോ എങ്ങനെ കാണിക്കണ മോളെ? ഇതും കൊണ്ട് സാറിന്റെ അടുത്ത് പോവേണമെങ്കിൽ മോക്ക് സാറിനെ കണ്ടുകൂടെ? അതിന് അനുവാദം ഇല്ലല്ലോ. പക്ഷെ സാർ ഇത് കണ്ടേ പറ്റൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസം സാറിനുണ്ടെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ സാറിന് മനസ്സിലാവും. അത് ശരിയാണ്. പക്ഷെ സാറിനെ കൊണ്ട് ഇതെങ്ങനെ വായിപ്പിക്കും? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ഈ ചരടിൽ കെട്ടിയിട്ട് സൂര്യ സാറിന്റെ മുറിക്ക് നേർക്ക് ഇറക്കണം. അപ്പൊ സൂര്യ സാർ കാണില്ലേ? അങ്ങനെ ചെയ്ത സൂര്യ സാർ മാത്രമല്ലല്ലോ, ആ മുറിയിൽ പറഞ്ഞ ആർക്കും കാണാമല്ലോ. പത്മ മേഡവും മക്കളും ആണ് ഇത് കാണുന്നെങ്കിൽ വീണ്ടും മോളുടെ അടുത്ത് അംഗത്തിന് വരില്ലേ? അതുള്ളതാ. പക്ഷെ എനിക്കിതെങ്ങനെയല്ലേ സൂര്യ സാറിനെ കാണിച്ചേ പറ്റൂ. അവർ കാണുകയാണെങ്കിൽ കാണട്ടെ രാജേട്ടാ. തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ഇത് വായിച്ച സാറിന് മനസ്സിലാവും എനിക്ക് സാറിനോട് പറയാനുള്ളത് എന്താ.